നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ആവേശോജ്വല വരവേൽപ്പാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. പ്രചാരണ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്ന റോഡ് ഷോയിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി അനുരാജയും ഇന്ന് പത്രിക സമർപ്പിക്കും. ദീപക് മലേമയും ദീപക് മോഹനും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ദീപക് മലേമ, രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ കാണേണ്ട കാര്യം, രാഹുൽ ഗാന്ധി വിജയിച്ചതിന് ശേഷവും അയോഗ്യനാക്കിയതിന് ശേഷവും വയനാട് വലിയ നിലയിലുള്ള ജനക്കൂട്ടത്തിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ വികാരം, രാഹുൽ ഗാന്ധിയുടെ സന്തോഷവും സന്താപവും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സമാനമായ വിധത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരികയാണ്. വയനാട്ടിൻ്റെ മണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമായി തന്നെ UDF-നൊപ്പമാണ്. എങ്ങനെയാണ് വയനാട് ഒരുങ്ങി നിൽക്കുന്നത്? നികേഷ പറഞ്ഞതുപോലെ തന്നെ വലിയ ആൾക്കൂട്ടം നിലവിൽ കൽപ്പറ്റയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിയോടുകൂടി ആയിരിക്കും ഇവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 5 മണ്ഡലങ്ങളിൽ നിന്നായി 10,000-ൽ പരം ആളുകളെ ഇന്ന് കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ അണിനിരത്തുമെന്നുള്ളതാണ് UDF-ന്റെ അവകാശവാദമായി പറയുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായേക്കാമെന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ മൂപ്പനാട് മേഖലയിലുള്ള ഹെലിപ്പാഡിൽ രാഹുൽ ഗാന്ധി ഇറങ്ങും. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലേക്ക് എത്തുക. കൽപ്പറ്റ നഗരത്തിൽ നിന്ന് ചന്ദ്രഗിരി ഓഡിറ്റോറിയം വരെയുള്ള, അതായത് SKMJ സ്കൂളിന്റെ ഗ്രൗണ്ട്, ആ പരിസരം വരെയുള്ള മേഖലയിലേക്കാണ് ഇന്ന് റോഡ് ഷോ ഉണ്ടാകുക. അവിടുന്ന് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. അവിടുന്ന് അങ്ങോട്ട് രാഹുൽ ഗാന്ധി പിന്നീട് മറ്റൊരു വാഹനത്തിൽ യാത്ര പുറപ്പെടും. പത്രികാ സമർപ്പണം നടക്കുകയും ചെയ്യും. എനിക്കൊപ്പം ഇവിടെ നിരവധിയായ പ്രവർത്തകരുണ്ട്. എവിടുന്നാ വരുന്നത്? ഞാൻ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നാണ്. ഇത്തവണ എന്തായിരിക്കും ഭൂരിപക്ഷം ഉയർത്തുമോ? ഭൂരിപക്ഷം ഉയർത്തണം എന്നാണ്. കാരണം ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചേ പറ്റൂ. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? ഭൂരിപക്ഷം 5 ലക്ഷം. നേരത്തെ 4 ചില്ലാണ്. 5 ലക്ഷത്തിന് പുറത്തു പോകും. ഇന്ത്യന്റെ വീണ്ടെടുപ്പിനായി രാഹുൽ ഗാന്ധി മുന്നേറും. എന്താ പറയുക? കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ ഭൂരിപക്ഷം ഉണ്ടാവും. 5 ലക്ഷം ഉണ്ടാവും. നിരവധിയായുള്ള സ്ത്രീ പ്രവർത്തകർ ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം? വമ്പിച്ച ഭൂരിപക്ഷമാവും. വമ്പിച്ച ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കായിരിക്കും. ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഇവിടെയുള്ള UDF പ്രവർത്തകർ ഇപ്പോൾ പങ്കുവെക്കുകയാണ്. നിരവധിയായ പ്രവർത്തകർ എത്തുന്നു. നേരത്തെ നികേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപൊക്കെ നൽകിയ വികാര വായ്പോടുകൂടിയ ഒരു സ്വീകരണമുണ്ട്. ആ തരത്തിലുള്ള സ്വീകരണം തന്നെ ഇത്തവണയും സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും UDF ഉദ്ദേശിക്കുന്നത്. ഇന്ന് പത്രികാ സമർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് തിരിച്ച് പോവുകയും ചെയ്യും. ആ ഒരു ദിനം എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു ദിനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ UDF-ന്റെ ഏറ്റവും വലിയ പ്രകടനം അത് കാഴ്ചവെക്കുക, ശക്തി പ്രകടനം എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് UDF കണക്ക് കൂട്ടുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുമുള്ള മാസ് ക്യാമ്പയിന് ഇന്ന് വയനാട്ടിൽ തുടക്കമിടുന്നു എന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF ഉള്ളത്. ആ തരത്തിൽ ഇന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളൊക്കെ രാഹുലിനെ അനുഗമിക്കുമെന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുമായി ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുകയും ഒപ്പം തന്നെ പത്രികാ സമർപ്പണം നടത്തുകയും ചെയ്തത്. ഇത്തവണയും ആ കാര്യത്തിൽ മാറ്റമില്ല. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി വയനാട്ടിലേക്ക് എത്തും. അങ്ങനെ വയനാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം പത്രികാ സമർപ്പണം അതിനുശേഷമായിരിക്കും പൂർണ്ണമായും വലിയ പ്രചരണത്തിലേക്ക് പോകില്ലെങ്കിൽ കൂടി ചില ആളുകളെയൊക്കെ കാണുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമൽ ജോയ് ഉണ്ട്. അമൽ ജോയ്, എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? എന്തായി? ക്രമീകരണങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഈ തവണ എല്ലാവരും ഞാൻ ചോദിക്കുമ്പോൾ 5 ലക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. അമൽ ജോയ് ഒരു ഭാരവാഹിത്തുള്ള ആൾ കൂടിയാണല്ലോ, എന്താ പറയാനുള്ളത്? ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വയനാട് പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ അയക്കുന്ന ശുഭാപ്തി വിശ്വാസം. കണക്ക് പറയുന്നില്ല. കണക്കല്ല, 5 ലക്ഷത്തിൽ പല വോട്ടുകളുടെ ഭൂരിപക്ഷം തന്നെ. ഓക്കെ, അമൽ ജോയ് എന്ന് ഇവിടുത്തെ ഒരു ഭാരവാഹി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അമലിനോട് കണക്ക് ചോദിക്കുമ്പോൾ അമൽ 5 ലക്ഷത്തിൽ പരം എന്നുള്ള കണക്ക് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ വലിയ ജനക്കൂട്ടം നിലവിൽ കൽപ്പറ്റയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 11 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കുന്ന ആ ഘട്ടം മുതൽ ഇതിൽ പരം ആളുകൾ എത്തിച്ചേരുമെന്നുള്ള ആത്മവിശ്വാസം UDF പ്രവർത്തകർ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ റോഡ് ഷോ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുമുള്ള ഒരു മാസ് ക്യാമ്പയിന്റെ തുടക്കം എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി UDF സാധ്യമാക്കുക എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ മുസ്ലിം ലീഗ് പ്രവർത്തകര് ആവേശത്തോടെ സ്വീകരിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ പതാകയും കൊണ്ടായിരുന്നു അവർ വന്നിരുന്നത്. ഇത്തവണ എൻ്റെ ഒറ്റ നോട്ടത്തിൽ ആരുടെയും പതാക കാണുന്നില്ല. പ്ലക്കാർഡുകളും ബലൂണുകളും മാത്രമാണ് കാണുന്നത്. പതാക വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ?
അത്തരത്തിൽ ഒരു നിർദ്ദേശമുള്ളതായി നിലവിൽ നമുക്ക് അറിവില്ല. പക്ഷേ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പതാകകളൊന്നും കാണുന്നില്ല. നിങ്ങളുടെ കൊടിയൊക്കെ എവിടെ പോയി? പതാകകൾക്ക് ഇപ്പൊ ഉടൻ തന്നെ എത്തും. പതാകല്ലേ കൊടി, ഇത് തന്നെ കൊടി. പ്ലക്കാർഡ് മാത്രം മതിയെന്നാണോ? എന്താ കൊടിയൊക്കെ എവിടെ പോയി? കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് കൊടികളൊക്കെ പ്ലാക്കാർഡ് ഉണ്ടല്ലേ, കൊടിയുടെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്ലാക്കാർഡ് രാഹുൽ വരുന്നുണ്ട്, ബാക്കിൽ കൊടിയായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇതൊരു കൂട്ടാണ്. അറബിക്കടൽ പോലെ ആർത്തലച്ച് വരുന്നുണ്ട് പിന്നില്. അപ്പൊ ഇത് കൊടിയില്ലാത്തൊരു സംഘം മുന്നിലാണ്. ബാക്കിൽ 10,000 കൊടികൾ എന്തി രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ എന്തി കടന്നു വരുന്നുണ്ട്. എല്ലാ കൊടികളും വരും, നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണോ ലീഗ് പ്രവർത്തകരാണോ? മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കഴിഞ്ഞ തവണ ഞാൻ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരുപാട് കൊടി കണ്ടിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. കൊടി ഇഷ്ടം പോലെ ഇപ്പം വരും. നിങ്ങൾ കാത്തിരിക്കൂ. അപ്പോ അതാണ് ഇവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. നിലവിൽ കൊടി വെച്ചല്ല, പ്ലക്കാർഡ് ഉയർത്തിയാണ് ഒരു സംഘം എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്പസമയം കഴിയുന്നതോടുകൂടി നിരവധിയായ കൊടികളുമായി മറ്റ് പ്രവർത്തകർ എത്തിച്ചേരുമെന്ന് ഇവിടെ നിലവിലെത്തിയിരിക്കുന്ന UDF പ്രവർത്തകർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അല്പസമയം കൂടി ബാക്കിയുള്ളൂ. ആ സമയം കഴിയുന്നതോടുകൂടി രാഹുൽ ഗാന്ധി കൽപ്പറ്റയുടെ നഗരമധ്യത്തിലേക്ക് എത്തും. പിന്നീട് ഇവിടെ നിന്നും കളക്ടറേറ്റ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് നൽകുക എന്നുള്ള നിലപാടിലേക്ക് UDF പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ തന്നെയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ശരി ദീപക് മലയമ്മ, കൊടി നമുക്ക് വേണ്ട എന്ന് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യ സൂചനകൾ അതാണ്. ദീപക് മോഹൻ കൂടി ചേരുന്നു നമ്മോടൊപ്പം. ദീപക്, ആനി രാജയ്ക്കൊപ്പമാണ് ദീപക് ഉള്ളത്. ആനി രാജ എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? നികേഷ്, അല്പം മുൻപാണ് LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ടുള്ള പ്രകടനം കൽപ്പറ്റ സഹകരണ ബാങ്കിന് മുന്നിൽ നിന്ന് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകരോട് എത്തിച്ചേർന്നിരുന്ന മുൻപിൽ കരകാട്ടവും ചെണ്ടമേളവും എല്ലാം അകമ്പടിയായി പോകുന്നു. അതിന് തൊട്ടു പിന്നിലായി ആനി രാജ പ്രവർത്തകരോട് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നീങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായ ആനി രാജ CPM നേതാക്കളോടുകൂടി ഒരുമിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ അതായത് LDF ലോക്സഭാ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ CK ശശീന്ദ്രൻ, ഒപ്പം കൺവീനർ TB ബാലൻ, CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, MLA OR കേളു തുടങ്ങിയവരുമുണ്ട്. ഒപ്പം ബിജിമോളും എത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5000-ലധികം പ്രവർത്തകരെ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത്. എന്നാൽ ഇത്തവണ ആളുകൾ കുറവാണെന്നുള്ളൊരു സംശയമെങ്കിൽ കൂടിയുണ്ട്. ഈ സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഈ പ്രകടനം അല്പസമയത്തിനുള്ളിലായിരിക്കും എത്തിച്ചേരുക. വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? മത്സരിക്കുന്നു, വിജയിക്കാൻ തന്നെയാണ്. മണ്ഡലത്തിലേറെ പ്രചരണത്തിലേറെ മുന്നിലാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം എന്ന് പറയുന്നത് അത് ഓരോ ഒറ്റ വോട്ടിനായാലും വിജയമാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്, അവരുടെ ആവേശം, അതൊക്കെ തന്നെയാണ് ഇടതുമുന്നണിക്ക് തരുന്ന പ്രതീക്ഷ. അതുകൊണ്ട് തീർച്ചയായും വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സ്ഥാനാർത്ഥി വലിയ വിജയപ്രതീക്ഷ. രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് ആനി രാജ പത്രിക സമർപ്പിച്ച് കഴിയുമോ? രാഹുൽ ഗാന്ധി എത്തുന്നത് അല്പസമയത്തിനകം എത്തുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുക. ആനി രാജയുടെ സമയം എപ്പോഴാണ്? നേരത്തെ 9 മണിയോടുകൂടി ആനി രാജയുടെ ഈ പ്രകടനം ആരംഭിക്കും. 10 മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഇവിടെത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അല്പസമയം താമസമുണ്ടായി. അതുകൊണ്ട് തന്നെ 2 പരിപാടികളും ഒന്നിച്ചാവുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ആനി രാജ 11 മണിയോടുകൂടി പത്രിക സമർപ്പിച്ച് മടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയും കൽപ്പറ്റയിലെത്തും. കൽപ്പറ്റയിൽ നിന്നുള്ള ആ റോഡ് ഷോ അവസാനിക്കുന്നത് സിവിൽ സ്റ്റേഷൻ പരിസരത്താണ്. അതിനുശേഷമായിരിക്കും രാഹുൽ ഇവിടുന്ന് മടങ്ങുക. ഏതായാലും രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞ ഈ റോഡ് ഷോ 9:30 കൂടിയാണ് ആരംഭിച്ചത്. അരമണിക്കൂർ താമസമുണ്ടായിരുന്നു. സഹകരണ ബാങ്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ആനി രാജയോടൊപ്പം ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമീം അൻസാരി, സത്യമംഗലത്ത് വീരപ്പൻ വേട്ടയുടെ പേരിൽ പോലീസ് അതിക്രമം നേരിട്ട സ്ത്രീകൾ ഉൾപ്പെടെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഈ മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവും ആനി രാജയോടൊപ്പമുണ്ട്. ഏതായാലും ഈ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സിവിൽ സ്റ്റേഷന് മുന്നിലെത്തി അവിടെ എത്തിയാണ് ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക.
നികേഷ്. ഓക്കെ, ആനി രാജ ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിലെത്താൻ ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ വയനാട്ടിലെത്തും അല്പസമയത്തിനകം തന്നെയും. അദ്ദേഹം യാത്രയിലാണ്. രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിനായി ജില്ലാ വരണാധികാരി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.